അലാസ്കയിലാണ് നമ്മൾ, ഉത്തരധ്രുവത്തിൽ. അവിടുത്തെ അലാസ്കയിലെ ആങ്ക്രേജ് നഗരത്തിൽ നമ്മൾ 4-ാമത്തെ ദിവസം പ്രഭാതം. ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഇന്ന് എനിക്ക് ഗ്ലേഷ്യറുകളുടെ മുകളിലേക്കാണ് പോകേണ്ടത്. മഞ്ഞുമലകളുടെ മുകളിലേക്ക് പോകണം. ഒരു ഗംഭീര യാത്രയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായൊരു അനുഭവമാണ്. അതിന് നമ്മൾ ഗിർഡ്വുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെയാണ് ട്രെയിനിൽ പോവുക. നമ്മൾ ഈ കയറുന്ന ട്രെയിന് അതിൽ കൂടുതൽ കുറേയേറെ അകലേക്ക് പോകുന്നുണ്ടെങ്കിലും, ഏതാണ്ട് ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്തെത്തേണ്ട സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിലും, ഇവിടെ നിന്ന് ആങ്ക്രയിൽ നിന്ന് 1.5 മണിക്കൂറും ട്രെയിനിൽ യാത്ര ചെയ്തെത്തേണ്ട ഗിർഡ്വുഡിലാണ് എനിക്ക് പോയി ഇറങ്ങേണ്ടത്. ഗിർഡ്വുഡിൽ നിന്ന് പിന്നെയും കുറേ ദൂരം പോയി പർവ്വത ചുവട്ടിലെത്തി അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്ററിലാണ് ഞാൻ കൊടുമുടിയുടെ മുകളിലേക്ക് പോകുന്നത്, ഗ്ലേഷ്യറിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന അതിഗംഭീരമായ ചില അനുഭവങ്ങളാണ് ഇന്ന് എന്നെ കാത്തിരിക്കുന്നത്. അതായത് സഞ്ചാരത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ അക്കാലത്ത് മലയാളത്തിലോ ഇന്ത്യയിലോ ആരും തന്നെ ചിത്രീകരിച്ചിട്ടില്ലാത്ത കുറേ അനുഭവങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടൂടെയാണ് ഞാൻ പോകുന്നത്. ഈ ഗ്ലേഷ്യറിൻ്റെ മുകളിൽ പോയി ചില അഭ്യാസങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗിർഡ്വുഡിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ചെല്ലുമ്പോൾ വലിയ ക്യൂവാണ്. അങ്ങനെ എനിക്ക് അനുവദിച്ചിട്ടുള്ള കോച്ചിലേക്ക് ഞാൻ കയറി ചെന്നു. കയറി ചെന്നപ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ടായി. എൻ്റെ സീറ്റ് നമ്പർ 20 ആണ്. ഞാൻ ആ കോച്ചിനകത്തൂടെ മുഴുവൻ പലതവണ നടന്നു നോക്കിയിട്ട് ഈ 20 കാണുന്നില്ല. 20 എന്ന് പറഞ്ഞൊരു സീറ്റ് നമ്പറില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും കയറി, എല്ലാവരും അവരവരുടെ സീറ്റുകളിലിരുന്ന് 20-ാം നമ്പർ സീറ്റ് മാത്രം കാണുന്നില്ല. ചേട്ടാ, ഇതെന്ത് സംഭവിച്ചു എന്ന് എനിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു സ്ഥലത്ത് കുറച്ച് സ്പേസ് കൂടുതൽ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ആരെങ്കിലും ഇളക്കിക്കൊണ്ട് പോയതാണോ ഇനി. അപ്പോൾ അവിടെ ആളുകൾ കൊണ്ട് ഈ ബാഗിൽ ലഗേജ് ഒക്കെ വെക്കുന്നൊരു സ്ഥലമാണെന്ന് പിന്നീട് മനസ്സിലായി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ ഒരു ജീവനക്കാരൻ കയറി വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ടിക്കറ്റ്, പക്ഷേ ആ സീറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങേരും അങ്ങ് നോക്കി നടന്ന് നോക്കിയിട്ട് ഇതല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ക്ഷമിക്കണം, ടിക്കറ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അബദ്ധമായത്. ശരിക്കും പറഞ്ഞാൽ ഈ കോച്ചിനകത്ത് 20-ാം സീറ്റ് ഇല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, എൻ്റെ കൂടെ വാ. എന്നിട്ട് ഇയാൾ എന്നെ ട്രെയിനിനകത്തൂടെ നടത്തി. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതായതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവുക. താങ്കളുടെ ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് മാറ്റി അദ്ദേഹം എന്തൊക്കെ വെട്ടി തിരുത്തി. എന്നിട്ട് അദ്ദേഹം ഒരു സൈനൊക്കെ ഇട്ടു, ഒരു സീലും വെച്ചു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി പുറകോട്ടാണ് നടത്തുന്നത്. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും പുറകിൽ ഒരു ഡബിൾ ഡക്കർ കോച്ചുണ്ട്. അതാണ് ഫസ്റ്റ് ക്ലാസ്സുകാരുടേത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിൽ എനിക്കൊരു സീറ്റ് തന്നു. അപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ച പോലെയായി. അതിഗംഭീരമായ വ്യൂ കിട്ടുന്ന, ആദ്യത്തെ ദിവസം യാത്ര ചെയ്ത പോലെ തന്നെ മനോഹരമായ ഗ്ലാസ് ഡോമുള്ള ട്രെയിനിനകത്ത് ഞാനങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. ഇത് ഏറ്റവും പിന്നിലായതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ, ഈ ഏറ്റവും പിന്നിലെ ഈ ഡബിൾ ഡക്കറിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നാൽ, മുകളിലത്തെ നില ഫ്രണ്ടിൽ പോയിരുന്നാൽ അവിടെയും ഗ്ലാസ് ഇട്ടിരിക്കുക. നമ്മൾ മുമ്പോട്ട് നോക്കുമ്പം മുമ്പിലുള്ള ഒരു 6 കോച്ചുകളും എഞ്ചിനും ഇങ്ങനെ പോകുന്നത് നമുക്ക് അങ്ങ് വരെ കാണാം. മനോഹരമായൊരു വിഷ്വലാണ്. അതിൻ്റെ മുകളിൽ, അതായത് ഒരു ട്രെയിനിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. മുമ്പിൽ പൊക്കം കുറഞ്ഞ കോച്ചുകളായതുകൊണ്ട് അതിങ്ങനെ പോകുന്ന വിഷ്വലും കിട്ടും. അത് മനോഹരമായ ഈ അലാസ്കൻ ഭൂപ്രകൃതിയിലൂടെ, കടൽ തീരങ്ങളിലൂടെ, വനങ്ങളിലൂടെ, മലഞ്ചെരുവുകളിലൂടെ എല്ലാം പോകുന്ന ഗംഭീരമായ ഷോട്ടുകൾ എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ട്രെയിനൊന്ന് നിർത്തി. എന്നിട്ട് ഈ കോച്ചിനകത്തെല്ലാം ഓരോ ഗൈഡുമാരുണ്ട്. അവരൊരു മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ വണ്ടി നിർത്തി എന്തിനാണെന്നറിയാവോ, നിങ്ങൾ വലതുവശത്തേക്ക് നോക്കൂ, അവിടെ കാണുന്ന ആ ഉൾക്കടലുണ്ടല്ലോ, ടുർണാഗൈനാം, അവിടെ സൂക്ഷിച്ച് നോക്കൂ, അവിടെ തിമിംഗലങ്ങൾ ഇപ്പോൾ പൊങ്ങി വരുന്ന കാണാം. അങ്ങനെ ആളുകൾ നോക്കിയിരിക്കുന്നു. അവിടുന്ന് ഇവിടുന്നല്ല ആ ഹൂ എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കും. സായിപ്പുമാർ ഇതെല്ലാം എക്സൈറ്റ്മെൻ്റ് ഒന്നും അകത്ത് സൂക്ഷിക്കുകയില്ല. അവരതെല്ലാവരുടെ അടുത്തും പ്രകടിപ്പിച്ചിരിക്കും. വാവ്, വണ്ടർഫുൾ, വാവ് എന്നൊക്കെ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ തിമിംഗലത്തെ കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടു. എന്നിട്ട് വണ്ടി പോയി. അതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകതയും. ടൂറിസ്റ്റുകളാണ് ഇതിലെ പാസഞ്ചേഴ്സ് എന്നറിയുന്ന ഒരു ട്രെയിനിൻ്റെ ഡ്രൈവർക്ക് പോലും അറിയാം എവിടെയൊക്കെ നിർത്തിക്കൊടുക്കണം വണ്ടിയെന്ന്. അതാണ് ഈ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളും അല്ലാത്തത് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഓടി നമ്മൾ ഗിർഡ്വുഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ ഗിർഡ്വുഡിൽ റെയിൽവേ സ്റ്റേഷനില്ല, പട്ടണമില്ല, ഒന്നുമില്ല. ഒരു വെളിമ്പറമ്പിൽ പോയി ട്രെയിൻ നിൽക്കുന്നു. ഗിർഡ്വുഡായി എന്ന അറിയിപ്പ് വന്നു. ഞാൻ പോയി, ഏറ്റവും പുറകിലെ ബോഗിയാണ്, കോച്ചാണല്ലോ, അവിടെ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വേറെ 2 പേരൂടെ ഇറങ്ങി. ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഇതിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വന്ന് ഈ ഗോവണിയൊക്കെ നിവർത്തി വെച്ച് ട്രെയിൻ വീണ്ടും പോയി. ആ ടിക്കറ്റ് എക്സാമിനർ ഞങ്ങൾക്ക് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നു. അവിടെ ഒരു ബെസ്റ്റ് ഷെൽട്ടർ പോലൊരു സാധനം പണിത് വെച്ചിട്ടുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പോലത്തെ ഒരു സൗകര്യം. അതിനകത്ത് കയറി നിൽക്കാം. യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇവിടെ ഈ ബസ് വെയിറ്റിംഗ് അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ വെയിറ്റിംഗ് ഷെഡിൽ നിന്നാൽ 40 മിനിറ്റ് കൂടുമ്പോൾ ഗിർഡ്വുഡ് ടൗണിൽ നിന്ന് അവിടുത്തെ കമ്മ്യൂണിറ്റി, അവിടുത്തെ താമസിക്കുന്ന ജനങ്ങൾ പിരിവെടുത്ത് ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട്. അവിടെ ഒരു മിനി ബസ്സാണ്. അത് 40 മിനിറ്റ് കൂടുമ്പോൾ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഗിർഡ്വുഡ് ടൗണിൽ കൊണ്ട് ഇറക്കും. അതുകൂടാതെ തന്നെ
അലിയസ്ക റിസോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കൂടാതെ അലിയസ്ക ഹോട്ടലുണ്ട്. ഇങ്ങനെ 3-4 സ്ഥലങ്ങളിലൂടെ ഈ ബസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു കറക്കം കഴിഞ്ഞ് വരാൻ 40 മിനിറ്റ് എടുക്കും. അതുകൊണ്ടാണ് ഈ 40 മിനിറ്റ് കൂടുമ്പോൾ വരുന്നത്. ഈ വണ്ടി ഈ ഗിർഡ്വുഡ് നിവാസികൾ മേടിച്ചിട്ടിരിക്കുന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. ഡ്രൈവർക്ക് ആ കമ്മ്യൂണിറ്റി ശമ്പളവും കൊടുക്കും. ഇവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ നാട്ടുകാർ ചെയ്തിരിക്കുന്ന ഒരു സേവനമാണ്. ഇത് ഫ്രീ ആണ്. ഈ ട്രെയിനിൽ വന്നിറങ്ങുന്നവരെയും ഗിർഡ്വുഡ് ടൗണിൽ വന്നിറങ്ങുന്നവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടുകാർ മേടിച്ചിട്ടിരിക്കുക. കാരണം എന്തറിയോ, അമേരിക്കയിലെ ചെറിയ ചെറിയ പട്ടണങ്ങളിലൊന്നും ടാക്സി ഇല്ല. കാരണം അവിടെ താമസിക്കുന്നവർക്ക് എല്ലാം സ്വന്തം കാറുണ്ട്, 1-2 കാറുകളുണ്ട്. അവിടെ ടാക്സി മേടിച്ചിട്ടാൽ മുതലാവില്ല. അമേരിക്കയിലൊക്കെ വലിയ പട്ടണങ്ങൾ, ന്യൂയോർക്ക്, വാഷിങ്ടൺ ഒക്കെ പോലുള്ള പട്ടണങ്ങളിൽ ടാക്സി കിട്ടൂ. ചെറിയ പട്ടണങ്ങളിൽ അധികം ടാക്സി ഉണ്ടാവില്ല. ഞാനങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ ഷെൽട്ടറിൻ്റെ ഭിത്തിയിൽ 3-4 ബോർഡുകളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒട്ടുമിക്കാലും രാജ്യങ്ങളിൽ ഒരിക്കലും വായിക്കാൻ കിട്ടാത്ത തരം ബോർഡുകളാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ഒരു ബോർഡ് എന്താണെന്നറിയോ, ഇവിടെ ഇട്ടിരിക്കുന്ന ഈ പാളങ്ങൾ മോഷ്ടിക്കാൻ പാടുള്ളതല്ല. ഇത് അലാസ്ക റെയിൽ കോർപ്പറേഷൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. ഇത് മോഷ്ടിക്കുന്നവർക്ക് ഇന്ന വകുപ്പ് അനുസരിച്ച് ഇത്ര നാളത്തെ തടവ് ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ട്രെയിൽ പാളങ്ങൾ മാത്രമല്ല, അതിൻ്റെ സ്ലീപ്പറുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും ഒന്നും മോഷ്ടിക്കാൻ പാടുള്ളതല്ല. ഒരു ബോർഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ബോർഡ്, ഈ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളിലും ഒന്നും വർണ്ണവിവേചനം പാടുള്ളതല്ല. വർണ്ണവിവേചനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. 1964 പൗരാവകാശ നിയമപ്രകാരം എല്ലാവരും പെരുമാറേണ്ടതാണ്. ഒന്നാലോചിച്ച് നോക്കിയേ. തൊട്ടുകൂടായ്മ നിരോധിച്ചിരിക്കുന്നു എന്ന് കേരളത്തിൽ ഇന്നൊരു ബോർഡ് വെച്ചാലത്തെ സ്ഥിതിയില്ലേ, അതാണ് അമേരിക്കയിൽ. വർണ്ണവിവേചനം നിരോധിച്ചിരിക്കുന്നു ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. അടുത്തൊരു ബോർഡ്, നിങ്ങൾ വേട്ടയാടിയ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ ട്രെയിൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം സൂക്ഷിക്കേണ്ടതും ട്രെയിനിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടതുമാണ്. വേട്ടയാടിയ മൃഗങ്ങളെ കൊണ്ട് പോകുന്നതിന് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തൊരു നിയമം വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ച് ചോദിക്കുക. ട്രെയിനെ കയറ്റുമ്പം വേട്ടയാടിയ മൃഗത്തെ ഇവിടെ വെക്കാവുള്ളൂ എന്നൊരു നിയമം വരുന്ന കാലം. ഇതൊക്കെ വായിച്ചങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങകലെ ഒരു മിനി വാൻ ഇങ്ങനെ ഓടി വരുന്നത് കാണാം. അതിങ്ങനെ കുറേ ദൂരം ഓടി വളഞ്ഞ് വന്ന് ഈ ഞങ്ങൾ ഈ നിൽക്കുന്ന ഷെൽട്ടറിൻ്റെ സമീപത്ത് വന്ന് നിന്നു. അപ്പോഴത്തേക്കും ഈ വാനേ ഉള്ളൂ, വേറൊരു വണ്ടിയില്ല, വേറൊരു മനുഷ്യരെ, വേറൊരു സംവിധാനങ്ങൾ അവിടെ ഒന്നും കാണാനില്ല. വിജനമായ ഭൂപ്രദേശം. ഞങ്ങൾ 3 പേരും കൂടെ അതേ ചെന്ന് കയറി. ഒരു ഡ്രൈവറുണ്ട്, അവരധികം വർത്താനമൊന്നും പറയുന്നില്ല, അയാൾക്ക് സംസാരിക്കാനൊന്നുമില്ല. ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു. അടുത്തത് ഗിർഡ്വുഡിൻ്റെ ഡൗൺ ടൗൺ ഏരിയയിലേക്കാണ്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു പട്ടണം പ്രതീക്ഷിക്കരുത്. ഈ ടൗൺ മൊത്തത്തിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പം കാണും. ഒരു പ്രധാന സ്ട്രീറ്റ്, അതിൻ്റെ 2 വശങ്ങളിലും കുറേ കടകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ഹോട്ടലുകൾ, ചെറിയ ലോഡ്ജുകൾ, ഇതെല്ലാം മരം കൊണ്ട് പണിത് സുന്ദരമായ ഗംഭീരമായ ഒരു കാൽപ്പനികമായ, അതായത് ഒരു സ്വപ്നത്തിലെ അല്ലെങ്കിൽ ഒരു നോവലിൽ, പഴയ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഒരു നോവലിൽ പ്രതിപാദിക്കുന്ന ഒരു പട്ടണം പോലത്തെ ഒരു പട്ടണം. ചെറിയൊരു പട്ടണം, കൂടിപ്പോയാൽ ഒരു 20 കെട്ടിടങ്ങൾ കാണും ഇവിടെ. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു, ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്നു വന്നിരിക്കുന്നു. ചില ഗ്രില്ലുകളുണ്ട്, കഫേ ആൻഡ് ഗ്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഗ്രിൽഡ് ഫുഡ് കിട്ടും. വേറെ അടുത്ത് പിസ്സ വിൽക്കുന്ന കടകളാണ്. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പിസ്സ ഉണ്ടാക്കുന്ന അവിടെയാണെന്ന് ഞാൻ വായിച്ച് തോർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ റോഡിൻ്റെ മറ്റേ സൈഡിൽ കുറച്ച് ലോഡ്ജുകളാണ്, അതായത് ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വൃത്തികെട്ട നിലവാരമില്ലാത്ത ഒരു സാധനത്തിനാണ് കേരളത്തിൽ നമ്മൾ പൊതുവെ ലോഡ്ജ് എന്ന് പറയുന്നത്. നിലവാരമുള്ളതൊക്കെ ഹോട്ടൽ എന്ന പേരായിട്ടിരിക്കുന്നത്. ഇവിടെ അതല്ല. ലോഡ്ജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രകൃതിയോടണങ്ങിയ മലമ്പ്രദേശങ്ങളിൽ ഇത്തരം അല്പസാഹസികമായിട്ട് യാത്ര ചെയ്തെത്തുന്ന സ്ഥലങ്ങളിലെയൊക്കെ ട്രഡീഷണൽ ശൈലിയിൽ പണിത, നൂറ്റാണ്ടുകളുടെ മുമ്പ് വേട്ടക്കാരും അല്ലെങ്കിൽ ഈ പര്യവേഷകരും ഒക്കെ വന്ന് താമസിച്ചിരുന്ന തരം ഒരു ഹെറിറ്റേജ് ഫീൽ നൽകുന്ന താമസയിടങ്ങൾക്കാണ് ലോഡ്ജുകൾ എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ലോഡ്ജുകൾ, ജംഗിൾ ലോഡ്ജുകൾ എന്നൊക്കെ പറയും. അപ്പോൾ അത് മരം കൊണ്ടാണ് അതിൻ്റെ ഭിത്തിയൊക്കെ. എന്താണ് നമ്മളെ ഈ വൈൽഡ് വെസ്റ്റ് സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസ് ആണത്. ഇത് നമുക്ക് കൊതി തോന്നും. അവിടെ കുറേ ദിവസം അങ്ങ് താമസിക്കാൻ തോന്നും. അവിടെ നിൽക്കുമ്പോൾ ഈ ലോഡ്ജിൽ നിന്ന് വാതിലൊക്കെ തുറന്ന ഒരാൾ ഇറങ്ങി വരുന്നത് കാണാം. അയാൾ രാവിലെ, അപ്പോൾ വൈകി എഴുന്നേറ്റെന്ന് മനസ്സിലായി, വന്ന് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഫുൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ ബോർഡുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നവനുണ്ടാവും, ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുന്നേൽക്കുന്നവനുണ്ടാവും, ഉറക്കം ഉണരുന്നവർ വൈകുന്നേരം 4 മണിക്ക് ഉണരുന്നവനും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഫുൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആളുകൾ വിശ്രമിക്കാനാണ് വരുന്നത്. അവർ പ്രകൃതിയോടൊപ്പം ജീവിതം സമയം സ്പെൻഡ് ചെയ്യാനാണ് വരുന്നത്. അവർ ഇന്നലെ ചിലപ്പോൾ മല കയറാൻ പോയിട്ടുണ്ടാവും, പർവ്വതത്തിൻ്റെ മുകളിൽ കയറി സാഹസികമായിട്ട് കയറിയിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് ക്ഷീണിച്ചിറങ്ങി വന്നിട്ടുണ്ടാവാം. ഇന്ന് മുഴുവൻ അവൻ ഉറങ്ങാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിക്ക് വേണ്ടി വന്ന ഒരാളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ തിരക്കഥ എഴുതാൻ വന്ന ഒരാളുണ്ടാവാം.
അവൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് എഴുത്തായിരുന്നിരിക്കണം, ഇന്ന് പകൽ ഇനി ഉറക്കമായിരിക്കും. ഉറങ്ങി ഉണരുമ്പോഴായിരിക്കും അവന് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. അപ്പം ചെന്നാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതായത് ഫുൾ ഡേ ബ്രേക്ക്ഫാസ്റ്റാണ്. റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നവിടെ വരെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കിട്ടും. ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റുകൾ പ്രത്യേക ജീവിതത്തിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഇതൊക്കെയല്ലേ ജീവിതം നമുക്ക് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ടൗണ്. അധികം ആളുകളൊന്നുമില്ല, കുറച്ച് ആളുകളൊക്കെ അങ്ങ് നടക്കുന്നുണ്ട്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. ആളുകൾ ചിലർ കാറുമായിട്ട് വരുന്നു. ഉള്ളിൽ എവിടെയോ ഉള്ളൊരു ചെറിയ വീട്ടിൽ നിന്നോ വെക്കേഷൻ ഹോമിൽ നിന്നോ ഒരു ലോഡ്ജിൽ നിന്നോ ഒക്കെ ആയിരിക്കാം വരുന്നത്. വണ്ടിയായിട്ട് വരുന്നു, ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോകുന്നു. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളെല്ലാം അന്നത്തേക്ക് പാചകം ചെയ്യേണ്ടതോ കഴിക്കേണ്ടതോ ഒക്കെ ആയ സാധനങ്ങൾ, ബ്രെഡ്, ജാം, ബട്ടർ, ചീസ്, പിന്നെ കുറച്ച് അതും ഇതും ഫ്രൂട്ട്സ്, തക്കാളി, പിന്നെ കുറച്ച് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ, ഇതൊക്കെ മേടിച്ച് വണ്ടിയെ കയറ്റിയിട്ട് അവരങ്ങ് പോകുന്നു. ഇതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. 40 മിനിറ്റ് കഴിഞ്ഞു, അടുത്ത ബസ് വന്നു. അപ്പോൾ ആ ബസ്സിലേക്ക് കയറി. ഈ ബസ് ഇനി പോകുന്നത് അലിയസ്ക ഹോട്ടൽ വഴി വേറെ ചില സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ വീടുകൾ കാണാം, ഹോം സ്റ്റേകൾ കാണാം, ലോഡ്ജുകൾ കാണാം. അതിമനോഹരമായ സുന്ദരമായ സ്വച്ഛമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ഗിർഡ്വുഡും പരിസരങ്ങളും എല്ലാം. അവിടെ ഞാൻ ഇറങ്ങുന്നില്ല. അലിയസ്ക ഹോട്ടൽ എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് എനിക്ക് പോയി ഇറങ്ങേണ്ടത്. അതിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഓടി അലിയസ്ക ഹോട്ടലിൻ്റെ മുന്നിലെത്തുന്നു. അവിടെ ഞാൻ ഇറങ്ങുന്നു. അലിയസ്ക ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ അതിമനോഹരമായൊരു ഹോട്ടലാണ്. ഒരു വലിയ മഞ്ഞു മൂടിയ പർവ്വതത്തിൻ്റെ അടിവാരത്ത് അതിമനോഹരമായി പണിതിരിക്കുന്നൊരു ഹോട്ടൽ. അതിൻ്റെ മുറ്റത്തുണ്ടല്ലോ എത്ര ടൂറിസ്റ്റ് ബസ്സുകളാണ് നിരന്ന് കിടക്കുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുമാത്രം ടൂറിസ്റ്റുകൾ അവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്ന്. ഞാൻ കയറി ചെല്ലുമ്പോഴൊരു കാഴ്ച, ആളുകൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഓരോരോ ബസ്സുകളിലേക്ക് അവരുടെ ലഗേജുകൾ കയറ്റി ബസ്സുകൾ മാറി മാറി കിടക്കുകയാണ്. എന്നിട്ട് ആളുകൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് മുമ്പാണല്ലോ, 12:30 മുമ്പ് ചെക്കൗട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ചെക്കൗട്ട് ചെയ്ത് ഇവരെനിക്ക് തോന്നുന്നത് കപ്പലിൽ വന്ന ആളുകളായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഒന്നിച്ച് ചെക്കൗട്ട് ചെയ്യുന്നത്. ഷിപ്പിൽ വന്ന് ഇന്ന് കാഴ്ചകൾ കണ്ട് ഇന്ന് വൈകിട്ടത്തെ കപ്പലിൽ കയറി പോകേണ്ടവരാണ്. അവിടെ ഇതിൻ്റെ പിൻഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു മലയുണ്ട്. ആ മല സ്കീയിങ്ങിൻ്റെ ഒരു വലിയൊരു സ്ലോപ്പാണ്. അതിൻ്റെ കൊടുമുടിയുടെ മുകളിലേക്ക് കേബിൾ കാറൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ മിനി ബസ് വരുന്നു വീണ്ടും. ഇതെല്ലാം തമ്മിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കണക്റ്റഡാണ്. നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ബുക്ക് ചെയ്താൽ മതി, ഇന്ന ഹോട്ടലിന് മുമ്പിലാണ് പിക്കപ്പ് പോയിൻ്റ് എന്ന് കാണും. നമ്മൾ അവിടെ പോയി നിന്നാൽ പറഞ്ഞ സമയത്തൊരു വണ്ടി വന്നിരിക്കും. ആ വണ്ടിയുടെ പള്ളയിൽ എഴുതിയിട്ടുണ്ട് ആൽപൈൻ എയർ. ഈ ആൽപൈൻ എയർ എന്ന് പറയുന്ന കമ്പനിയാണ് എന്നെ ഇവിടെ നിന്ന് ഇനി ഹെലികോപ്റ്ററിൽ കയറ്റി പഞ്ച് ബൗൾ ഗ്ലേഷ്യർ എന്ന് പറയുന്ന വമ്പൻ ഒരു ഗ്ലേഷ്യറിൻ്റെ മുകളിൽ, ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഐസ് പാറയാണ്, മഞ്ഞുപാറ. അതായത് നൂറ്റാണ്ടുകളായിട്ട് ഐസ് മൂടിക്കിടക്കുന്ന പർവ്വത ശിഖരങ്ങളിൽ, കൊടുമുടികളിൽ ഒരിക്കലും ഉരുകാതെ കിടക്കുന്ന ഈ ഐസ് കട്ടയായി പാറയായി മാറിയതാണ് ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ അതിന് എന്നെ ഈ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ എയർ സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോകാൻ, അത് ഹെലിപ്പാഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഞാനത് കയറി. ഒരു പെങ്കൊച്ചാണ് ഡ്രൈവർ. ഇവൾ എന്നെ ഈ എയർ സ്ട്രിപ്പിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കി. അവിടെ എന്തൊക്കെയോ റിനോവേഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ. മാത്രമല്ല ഈ എയർ സ്ട്രിപ്പിൽ കുറേ ചെറിയ വിമാനങ്ങൾ എടുക്കുന്നുണ്ട്. 3-4 പേർക്കൊക്കെ യാത്ര ചെയ്യാവുന്ന സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ, പ്രൊപ്പല്ലർ വിമാനങ്ങളാണ്. ഇവിടത്തേക്ക് അമേരിക്കയിലേക്ക് ഒരു സിസ്റ്റം എന്താണെന്നറിയോ? ഇവിടെ വിമാനം പറപ്പിക്കാൻ നിങ്ങൾക്ക് 14 വയസ്സായാൽ മതി. 14 വയസ്സുകാരന് വിമാനം ഓടിക്കാം. 18 വയസ്സാകണം കാർ ഓടിക്കണമെങ്കിൽ, വാഹനം ഓടിക്കണമെങ്കിൽ, റോഡിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ. അങ്ങനെ അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടെ വലിയൊരു ചെറിയൊരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്. അത് ആൽപൈൻ എയർ കമ്പനിയുടെ ഓഫീസാണ്. അവിടെ ചെന്നാൽ ഉടനെ നമ്മുടെ തൂക്കം നോക്കും. അവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ രാവിലെ മുതൽ ഹെലികോപ്റ്ററുകൾ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ച് ബോൾ ഗ്ലേഷ്യറിൻ്റെ മുകളിലേക്കും അവിടെ നിന്ന് തിരിച്ച ആളുകളെയും കൊണ്ടുവരുന്ന ഹെലികോപ്റ്ററുകൾ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുക. 5-6 ഹെലികോപ്റ്ററുകൾ ഈ കമ്പനിയേക്കുണ്ട്. അതുകൂടാതെ ചെറിയ വിമാനങ്ങളുണ്ട്, സിംഗിൾ എഞ്ചിൻ പ്രൊപ്പല്ലർ വിമാനങ്ങളും ഉണ്ട് ഇവർക്ക്. അപ്പോൾ ചെന്ന ഉടനെ വെയിറ്റ് നോക്കും. റോബിൻസൺ ഹെലികോപ്റ്റർ കമ്പനിയുടെ R44 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ നമ്മൾ പോകുന്നത്. അതിൽ 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പറക്കൽ യന്ത്രം ആണ് ഈ R44 എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ. വളരെ ഹാൻഡിയാണ്. ഒരു പൈലറ്റേ ഉള്ളൂ. ആ പൈലറ്റിൻ്റെ അടുത്തൊരു പാസഞ്ചർക്ക് ഇരിക്കാം, പുറകിൽ 2 പേർക്കും ഇരിക്കാം. നമ്മുടെ ഒരു മാരുതി കാറിനേക്കാൾ ചെറിയൊരു സാധനം, മാരുതി 800 ഉണ്ടല്ലോ പഴയ, അതിനേക്കാൾ ചെറിയൊരു കോമ്പാക്റ്റ് സാധനം. അതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തന്നെ 2-2.5 കോടി രൂപയെ വിലയുള്ളൂ. അന്ന് ഞാനീ പോകുമ്പോൾ വിലയൊക്കെ ഞാൻ അന്വേഷിച്ച് അവിടെ ഇരുന്ന്. അപ്പോൾ ഇന്ത്യൻ രൂപയിൽ എടുത്തു കഴിഞ്ഞാൽ 2.5-3 കോടി രൂപയ്ക്ക്, അതായത് നല്ലൊരു കാർ മേടിക്കുന്ന കാശിന് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ മേടിക്കാൻ നടത്തും. അപ്പോൾ ആദ്യം വെയിറ്റൊക്കെ നോക്കി 120 കിലോയിൽ കൂടുതലുള്ളവർക്ക് എക്സ്ട്രാ 2 പേരുടെ പൈസ കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വെയിറ്റ് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കയറ്റാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഹിമാനിയിലേക്കാണ് പോകുന്നത്. ഹിമാനി എന്നാണ് ഇത് മലയാളത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. ഈ ഗ്ലേഷ്യറിന് -ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ഈ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിലും അതിന് പുറമെ ഇവരൊരു വസ്ത്രം ധരിപ്പിക്കും.
പാൻസ് ഉൾപ്പെടെ നമ്മൾ ധരിച്ചിരിക്കുന്ന പാൻസിൻ്റെ പുറത്തുകൂടെ പാൻസും ജാക്കറ്റും എല്ലാം കൂടെ ആയ വസ്ത്രം ധരിക്കണം. കൂടാതെ നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂസിൻ്റെ പുറത്തുകൂടെ മറ്റൊരു ഷൂസ് കൂടെ ധരിപ്പിക്കും. അതായത് മഞ്ഞിൽ പുതഞ്ഞു പോകാതിരിക്കാനുള്ള ഷൂസ്, കുറച്ച് വീതിയുള്ള ഷൂസ്, അതൊക്കെ ഇടിക്കും. ഗ്ലൗസൊക്കെ ഇടിക്കും. അങ്ങനെ നമ്മളെ ഒന്ന് ഒരുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു വലിയ ടേബിളുണ്ട്, അതിൻ്റെ മാപ്പുകളുണ്ട്. അപ്പം നമ്മൾ ഇനി പോകുന്ന ഏത് റൂട്ടിലാണ് പോകുന്നത്, ഇതിൻ്റെ സേഫ്റ്റി സംവിധാനങ്ങൾ എങ്ങനെയാണ്, നമ്മളീ പോകുന്ന പഞ്ച് ബൗൾ ഗ്ലേഷ്യർ ഏത് ഭാഗത്താണ്, ഏത് ഡയറക്ഷനാണ് നമ്മൾ പറക്കുമ്പോൾ താഴെ ഏതൊക്കെയാണ് ലാൻഡ് മാർക്സ് ഉള്ളത്, ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് അങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേക്കും അതിനിടയ്ക്കൊക്കെ ഹെലികോപ്റ്ററുകൾ വരുന്നുണ്ട്. ഈ ഇങ്ങനെ അതിവേഗ ഹെലികോപ്റ്റർ വന്ന് വളരെ സിമ്പിളായിട്ട് വന്ന് ഓട്ടോറിക്ഷ തിരിക്കുന്ന പോലെ അവിടെ വന്ന് നിലത്തിൽ ലാൻഡ് ചെയ്യുന്നു, എന്ന് മാർക്ക് ചെയ്ത് ലാൻഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും 2 ജീവനക്കാർ ഓടിച്ചെല്ലുന്നു. ഈ ജീവനക്കാരാണ് ഡോർ തുറക്കുക അടയ്ക്കുകയും ചെയ്തത് ഹെലികോപ്റ്ററിൻ്റെ. കാരണം ഞാൻ പറഞ്ഞത് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ഹെലികോപ്റ്ററാണ്. മാത്രമല്ല ഇതിൻ്റെ ഡോറുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അല്ലാതെ നമ്മൾ കയറി അത് 2 പിടി പിടിച്ചാൽ അത് ഒടിഞ്ഞ് കയ്യിലിരിക്കും. അവർ നമ്മളെ കൊണ്ട് തൊടിയില്ല. പാസഞ്ചേഴ്സ് കൊണ്ട് പറയും നിങ്ങൾ ഒരു കാരണവശാൽ ഇതിൻ്റെ ഡോറയിലോ ലോക്കുകളിലോ ഒന്നും തൊടാൻ പാടില്ല. അതൊക്കെ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ വന്ന് തുറന്ന് നിങ്ങളെ ഇറക്കും. അതുവരെ നിങ്ങൾ അതുവരെ ഒന്നും തൊടാൻ പാടില്ല. അങ്ങനെ ഇവർ വന്ന് ലോക്ക് തുറക്കുന്നു, ഇവരെ ഇറക്കുന്നു. അന്നേരത്തേക്കും അടുത്ത ഒരു ബാച്ച് കയറുന്നു. അത് കഴിഞ്ഞ് അവർ ഇരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇടുന്നു. 3 പേരാണ് പാസഞ്ചേഴ്സ് കയറുക. ഡോർ ഇവർ തന്നെ അടയ്ക്കുന്നു. വളരെ സോഫ്റ്റായിട്ട് അങ്ങ് അടച്ചാൽ മതി. സോഫ്റ്റായിട്ട് അടയ്ക്കുന്നു. ഇവർ തംസ് അപ്പ് കാണിക്കുന്നു. പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. പറന്നങ്ങ് പോകുന്നു. അപ്പോഴത്തേക്ക് അടുത്തത് നമ്മുടെ ഊഴമായി. ഞാൻ ചെന്നു, ഹെലികോപ്റ്ററിനകത്ത് കയറി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. ഹെഡ്ഫോൺ വെക്കണം. ഭയങ്കരമായ ശബ്ദമാണ്, ഒന്നും കേൾക്കില്ല. അപ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ച് മൈക്കും കൂടെ വെച്ചെങ്കിൽ പൈലറ്റ് പറയുന്നത് നമ്മൾ തൊട്ടടുത്തായിരിക്കുന്നെങ്കിൽ പോലും നമ്മൾ കേൾക്കുകയുള്ളൂ. അപ്പോൾ പൈലറ്റ് പല നിർദ്ദേശങ്ങളും തരും, ചില കാഴ്ചകളെ വിവരിച്ച് തരും. അങ്ങനെ ഹെലികോപ്റ്റർ പുറപ്പെടുന്ന സമയമായി. ഞങ്ങൾ അവിടെ നിന്ന് പൊങ്ങി. നമ്മൾ കുറച്ച് മുമ്പ് കാത്തു നിന്ന് അലിയസ്ക ഹോട്ടൽ, അലിയസ്ക റിസോർട്ട്, അതിൻ്റെ പിന്നിലെ ആ വലിയ കൊടുമുടി, അതിൻ്റെ മുകളിലേക്കുള്ള കേബിൾ കാറ്, അതിൻ്റെ മുകളിലെ സ്കീയിങ് ഏരിയകൾ, ഇതെല്ലാം പിന്നിട്ട് വീണ്ടും കുറേ ദൂരം വനത്തിന് മുകളിലൂടെ ഓടുന്നു. ഒരു നദിക്ക് മുകളിലൂടെ പറക്കുന്നു. അങ്ങനെ പറന്ന് വീണ്ടും ഒരു പർവ്വതത്തിൻ്റെ ഇടുക്കിലൂടെ നമ്മൾ പറക്കണം. 2 വശത്തും പർവ്വതം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടുക്കിലൂടെ പറന്ന് പിന്നെ മുകളിലേക്ക് ഉയർന്നു പോയി പിന്നെ മഞ്ഞിൻ്റെ മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. പിന്നെ കുറേ ദൂരം മഞ്ഞുമലകൾക്ക് മുകളിലൂടെയാണ് പറക്കുന്നത്. പിന്നെ മഞ്ഞുമലകൾക്ക് മുകളിലൂടെ പറന്ന് നമ്മൾ കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ ടെൻറ്റുകൾ, കൂടാരങ്ങൾ ഒക്കെയുള്ളൊരു പ്രദേശത്തേക്ക് എത്തുന്നു. അവിടെ ഒരു മഞ്ഞിൻ്റെ വലിയൊരു മൈതാനമുണ്ട്. അവിടെ കൊണ്ടുപോയി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ വേറെ 1-2 ഹെലികോപ്റ്ററുകൾ അവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ പോയി ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ 2-3 ജീവനക്കാർ ഓടി വരുന്നു. അവർ വന്ന് ഈ ഡോറ് തുറക്കുന്നു, നമ്മളെ ഇറക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ പഞ്ച് ബൗൾ ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യറിൽ പോയി ലാൻഡ് ചെയ്യുകയാണ്. ഒരു പർവ്വതമുടിയുടെ മുകളിലെ ഗ്ലേഷ്യറിൻ്റെ മുകളിൽ നമ്മൾ ഇറങ്ങണം. എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നറിയോ? ഈ ഗ്ലേഷ്യറിൻ്റെ മുകളിലേക്ക് വരികയും ഹെലികോപ്റ്ററിൽ പറക്കുകയല്ല ലക്ഷ്യം. ഞാൻ അതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ ഇനി സഞ്ചരിക്കാൻ പോവുകയാണ്. സ്ലെഡുകൾ എന്ന് പറയും, സ്ലെഡ്ജ് എന്ന് പറയും. പട്ടി വലിക്കുന്ന വണ്ടിയിൽ ഇനി ഈ പർവ്വത മുകളിലൂടെയുള്ളൊരു ദീർഘയാത്രയാണ് ഇന്നത്തെ പരിപാടി. അതിനുവേണ്ടി കുറേ പട്ടികൾ അവിടെയുണ്ട്. അവരെല്ലാം ട്രെയിൻഡായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവരുടെ എല്ലാം കൂടുകൾ അവിടെയുണ്ട്. ഇഗ്ലു എന്ന് പറയുന്ന എസ്കിമോകളുടെ മഞ്ഞുകൂടാരം പോലത്തെ ഇഗ്ലുകൾ ഉണ്ടാക്കി അതിനകത്താണ് ഈ പട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത്. 60 പട്ടികളുണ്ട് അവിടെയുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. ഈ സീസണിൽ, അതായത് ഒരു 4 മാസം, ഏതാണ്ടൊരു മെയ് മാസം മുതൽ സെപ്റ്റംബറിൻ്റെ അവസാനം വരെയുള്ളൊരു കാലം മുഴുവൻ നിരന്തരം ഹെലികോപ്റ്ററുകളിൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരും. അവർ ഈ സ്ലെഡുകളിലിങ്ങനെ ഈ മലകളിലൂടെ ഈ പട്ടി വലിക്കുന്ന വണ്ടിയിലിങ്ങനെ സഞ്ചരിക്കും. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും. പിന്നെ ഹെലികോപ്റ്റർ കയറി തിരിഞ്ഞ് മടങ്ങും. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സീസണിലും വരുന്നത്. വ്യത്യസ്തമായ ഒരു അനുഭവം, വ്യത്യസ്തമായ കാഴ്ചകൾ, ടൂറിസത്തിൻ്റെ മറ്റൊരു അനുഭവം, ടൂറിസത്തിൻ്റെ സാധ്യതകൾ തേടിയുള്ള അന്വേഷണത്തിലെ പുതിയൊരു പാഠം, അതുപോലെ തന്നെ അപൂർവമായ ദൃശ്യങ്ങൾ. നമ്മളവിടെ ചെന്നിറങ്ങിക്കഴിയുമ്പോൾ തന്നെ അവിടെ വേറെ കുറേ ആളുകൾ ഈ സ്ലെഡ് യാത്രയ്ക്ക് റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മളെ ഒരു ഗൈഡ് വന്നിട്ട് ഈ സ്ലെഡുകളിലെ പട്ടികളെയൊക്കെ പരിചയപ്പെടുത്തും. 2 തരം പട്ടികളെ ഉപയോഗിക്കുന്നത്. അലാസ്കൻ മലമ്യൂട്ട് എന്ന് പറയുന്ന ഒരു തരം നായ്ക്കളും അലാസ്കൻ ഹസ്കികൾ എന്ന് പറയുന്ന ഒരു തരം നായ്ക്കളുമുണ്ട്. ഇവരെ 2 പേരെയാണ് ഈ സ്ലെഡ് വലിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഈ സ്ലെഡ് വലിക്കുന്നതെന്ന് പറഞ്ഞൊരു തമാശയല്ല. അതായത് ഇവിടെ ഹൈവേകളും റെയിൽവേകളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ മനുഷ്യർ വസിച്ചിരുന്നു. ഇവിടെയൊക്കെ എസ്കിമോകളും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ വസിച്ചിരുന്നു. അവർ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് മഞ്ഞ് മൂടിയ ഈ മലനിരകളിലൂടെ അവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്ന് നിരവധി കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിരുന്നത് ഒക്കെ ഒരു കാലത്ത് ഇത്തരം സ്ലെഡുകളില്ല. സ്ലെഡ് എന്ന് പറഞ്ഞാൽ അന്ന് മുളയോ ഈറ്റയോ ഒക്കെ പോലെ തടി കൊണ്ടുള്ള ഇങ്ങനെ ഒരു പാത്തി പോലത്തെ ഒരു 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 അടി ബേസ് ഉണ്ടാക്കും. അതിന്മേൽ വിലങ്ങനെ കമ്പൊക്കെ വെച്ച് കെട്ടി അതിൽ ലഗേജ് വെക്കാം, ചരക്ക് വെക്കാം. കൂടാതെ പുറകിൽ 2 പേർക്ക് നിൽക്കുകയും ചെയ്യാം. ഇതിനെ ഒരു 8 പട്ടിയോ 10 പട്ടിയോ ഒക്കെ ചേർന്ന് ഒരു സംഘം വലിച്ചുകൊണ്ട് പോകും. ഈ പട്ടികൾ അല്ലേ അതിന് ഇത്രയൊക്കെ വലിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്.
1000 കിലോ വരെയുള്ള സാധനങ്ങൾ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പട്ടികളായിരുന്നു അവർ. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 4 പട്ടികളുണ്ടെങ്കിൽ ഒരാളെ വലിച്ചുകൊണ്ട് പോകാം, 8 പട്ടികളുണ്ടെങ്കിൽ 3 പേരെ ഇവർ വലിച്ചുകൊണ്ട് പോകും. 3 പേര് ഇവിടെ നിന്നാൽ ഈ 8 പട്ടികളോട് വലിച്ചുകൊണ്ട് പോകും. ഇവരുടെ ശരാശരി സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ 45 കിലോമീറ്റർ സ്പീഡിലാണ് ഇവർ ഓടുക. ഒറ്റ സ്ട്രെച്ചിൽ ഇവർ 10 കിലോമീറ്റർ ഓടും. അത് കഴിഞ്ഞ് അവർക്ക് വിശ്രമം കൊടുക്കണം. അത് വിശ്രമിച്ചിട്ട് വീണ്ടും അടുത്ത 10 കിലോമീറ്റർ ഓടും. ഇങ്ങനെയാണ് ഇവരുടെ ഓട്ടം. അപ്പോൾ ഈ പട്ടികൾ 2 നിരയായിട്ടാണ് നിൽക്കുക. അതിൽ ഏറ്റവും മുന്നിലുള്ള ഒരുത്തൻ, അവൻ്റെ പേര് ലീഡ് ഡോഗ് എന്നാണ് പറയുന്നത്. ഈ ലീഡ് ഡോഗ് ഭാരം വഹിക്കേണ്ട, ഇവരെ പ്രത്യേക രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ലീഡ് ഡോഗാണ് വഴി നിശ്ചയിക്കുന്നത്. അവനായിരിക്കും അതിൽ ഏറ്റവും ബുദ്ധിമാൻ. അവൻ ഭാരമൊന്നും വലിക്കണ്ട, അവൻ മുമ്പേ പോകും. അവനെയാണ് മറ്റു പട്ടികൾ ഫോളോ ചെയ്യുന്നത്. ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ, എവിടെ സ്ലോ ആകണം, എവിടെ സ്പീഡ് കുറയ്ക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഈ ലീഡ് ഡോഗാണ്. അതുകൂടാതെ തന്നെ പലതരം പേരുകളിലുള്ള പട്ടികളുണ്ട്. പിന്നെ പോയിൻറ്റ് ഡോഗുണ്ട്, വീൽ ഡോഗുണ്ട്. പോയിൻറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഈ ലീഡ് ഡോഗിൻ്റെ തൊട്ട് പുറകിലാണ് നിൽക്കുക. ഈ വണ്ടിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഈ വീൽ ഡോഗാണ്. അവനാണ് ഈ വണ്ടി തെന്നിപ്പോകാതെ കൺട്രോൾ ചെയ്യേണ്ടത്. അവർ 2 പേര് കാണും. ഈ വണ്ടി ഇങ്ങനെ ഓടുന്നതിനിടയ്ക്ക് മഞ്ഞിൻ്റെ മുകളിലാണല്ലോ, ഇത് നേരെ വഴിക്കൊക്കെ പോകുമല്ല, സ്ലിപ്പ് ചെയ്തൊക്കെ പോകും. അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് യുവമാരാണ്. അപ്പോൾ ഇവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കഴുത്തിലല്ല ശരിക്കും ചെസ്റ്റ് ചേർത്ത് ഒരു ബെൽറ്റ് കിട്ടും. ഈ പട്ടി വലിക്കുന്ന അവൻ്റെ ശരീരം കൊണ്ടാണ്, കഴുത്ത് കൊണ്ടല്ല. ശരീരത്തിൽ ഒരു ഹാർനസ് കെട്ടിയിട്ടാണ് ഇടുന്നത്. ഈ ഹാർനസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ നെഞ്ചിലേക്കാണ് ലോഡ് വരുന്നത് മുമ്പോട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ആ ഹാർനസ് കെട്ടിയിട്ട് അതിൻ്റെ പുറകിൽ വെയിറ്റ് തൂക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് ഇവനുള്ള ഭക്ഷണം കുറേ അകലെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അവൻ ഈ വെയിറ്റും വലിച്ചുകൊണ്ട്, ഈ 2 ആഴ്ച പ്രായമുള്ള പട്ടിക്കുഞ്ഞ് പോലും ഈ വെയിറ്റും വലിച്ചുകൊണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കും. അടുത്ത ദിവസം വെയിറ്റിൻ്റെ ഭാരം ഇച്ചിരി കൂട്ടും. ഇങ്ങനെ കൂട്ടി ഇവനെ കൊണ്ട് ഇവൻ വളർന്ന് ഏതാണ്ട് പ്രായപൂർത്തി 1 വയസ്സൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് ഇവൻ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാധനം വലിക്കാനുള്ള പ്രാപ്തിയാവും. ഇതോടൊപ്പം തന്നെ ഇവൻ്റെ ഓരോ നിർദ്ദേശങ്ങൾ, കമാൻഡുകൾ കൊടുത്താൽ അനുസരിക്കാനുള്ള പരിശീലിപ്പിക്കും. ഇടത്തോട്ട് വലത്തോട്ട്, സ്പീഡിൽ സ്ലോയിൽ നിർത്തേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ഓരോ വാക്കുകളുണ്ട്. അത് ഈ സ്ലെഡ് വലിക്കുന്ന പട്ടികൾക്കെല്ലാം പറയുന്ന വാക്കുകളെല്ലാം കോമണാണ്. ഇവനെ 5 വയസ്സ് വരെ മാത്രമേ സ്ലെഡ് വലിപ്പിക്കുകയുള്ളൂ. അതാണ് അവൻ്റെ നല്ല പ്രായം. ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ അര വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയാണ് പട്ടിയെ വലിപ്പിക്കുക. ഇങ്ങനെയുള്ള കഥകൾ, അവരെ പരിശീലിപ്പിക്കുന്ന രീതിയൊക്കെയാണ് ആദ്യം നമുക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്ലെഡിനെ പരിചയപ്പെടുത്തി. സ്ലെഡിൽ ഒരാൾക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് അവിടെ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് 2-4 സ്ലെഡുകളുള്ളത് അതൊക്കെ ഇന്നത്തെ കാലത്തെ മോഡേൺ സ്ലെഡുകളാണ്. അലുമിനിയം ചാനലുകളും ഒക്കെ ആയിട്ടുള്ളതാണ്. പഴയതുപോലത്തെ മരം കൊണ്ട് പണിതൊന്നുമല്ല. അപ്പോൾ അതിൽ മുമ്പിൽ ഒരാൾക്ക് ഇരിക്കാം, പുറകിൽ 2 പേർക്ക് നിൽക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ട് അപ്പോൾ 2 കൈ കൊണ്ട് പിടിക്കണം, നിൽക്കുന്നവർ പിടിച്ചുകൊണ്ട് നിൽക്കണം. കാരണം അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് പട്ടി ഇങ്ങനെ മഞ്ഞിന് മുകളിൽ കൂടെ, മഞ്ഞ് മലയുടെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ പോകും. അപ്പോൾ ഒരു കൈയും പിടിച്ച് ഒരു കൈ ക്യാമറയായിട്ട് ഷൂട്ടിങ് നടക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇരുന്നോട്ടെ? അപ്പോൾ അവർ പറഞ്ഞു ശരി ഇരുന്നോളൂ, വേറെ 2 പേരും നിന്നോളും. അപ്പോൾ ഞാൻ ഇരിക്കാം. ഇരുന്നോണ്ടാകുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചാലും നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് കമാൻഡ്സ് വരിക, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മളും വീഴരുതല്ലോ ഇതെന്ന് അതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു ബാച്ചിനെ കയറ്റി വിട്ടപ്പോൾ ഞങ്ങളതൊക്കെ നിരീക്ഷിച്ചു. ആളുകൾ കയറാനായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ പട്ടികളെ പലയിടത്തുനിന്ന് കൊണ്ടുവന്ന് ഇതേ കൊണ്ടുവന്ന് കെട്ടുകയാണ്. ഓരോരുത്തരുടെ പൊസിഷനിൽ കൊണ്ടുവന്ന് ഇതേ കൊണ്ടുവന്ന് കെട്ടുന്നു. അതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡെമോൺസ്ട്രേഷൻ അത്. ഇതേ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവന്മാർ കുരയും ബഹളവും അങ്ങ് തുടങ്ങുകയായി. പ്രതിഷേധമല്ല, ഇവന്മാർക്ക് ആവേശമാണ്. അപ്പോൾ ഉടനെ ഞങ്ങൾ കയറിയിരുന്നു. ഉടനെ വണ്ടി പുറപ്പെടുകയായി. പിന്നെ ഇവന്മാരൊരു പോക്കാണ്. ഇവന്മാർ ഞാൻ പറഞ്ഞില്ലേ, 1 ടണ്ണ് വരെ സാധനം വലിക്കും. 10, 20, 30 പട്ടികൾ വരെയുള്ള ഈ സ്ലെഡുകൾ വലിച്ചുകൊണ്ട് പോകാറുണ്ട്. എസ്കിമോളുടെ കാലത്ത് മാത്രമല്ല, 2ാം ലോക മഹായുദ്ധകാലത്തും 1ാം ലോക മഹായുദ്ധകാലത്തും ഒക്കെ മനുഷ്യർക്ക് വാഹനങ്ങളിൽ ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് യുദ്ധത്തിന് ആളുകൾ പോയിരുന്ന ഇതിലാണ്. എന്തിനറിയാം, അലാസ്കയിലെ ഒരു ഗ്രാമം മുഴുവൻ ഒരു മഹാമാരി പിടിപെട്ട് മരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർക്കുള്ള പ്രതിരോധ മരുന്ന് ഇവിടെ എത്തിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ 5 ദിവസം കൊണ്ട് 1200 കിലോമീറ്റർ പട്ടികൾ സ്ലെഡ് വലിച്ച് പട്ടണത്തിൽ പോയി ഈ മരുന്നും കൊണ്ട് തിരിച്ചു വന്ന് ആ ഗ്രാമീണരെ രക്ഷിച്ച കഥ വരെ ഈ അലാസ്കൻ പ്രദേശത്തെ സ്ലെഡ് ഡോഗുകൾക്ക് പറയാനുണ്ട്. അവരുടെ ചരിത്രമൊക്കെ വലിയ ആദരവോടെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു സ്ലെഡ് ഡോഗിൻ്റെ പ്രതിമ തന്നെ ആങ്കറേജ് പട്ടണത്തിൽ അവിടെ വലിയ ആദരണീയമായ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലെഡ് ഡോഗുകൾ, ഇത്തരം പട്ടികൾ, അലാസ്കൻ ഹസ്കികൾ, അലാസ്കൻ മലമ്യൂട്ടുകളും ഒക്കെ വലിയ ചരിത്രം പേറുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇവർ സ്ഥിരം പോകുന്ന ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോയി കുറേ കിലോമീറ്ററുകൾ ഇങ്ങനെ ഓടി, മലഞ്ചെരിവുകളിലൂടെയും മലയുടെ വക്കുകളിലൂടെയും ഒക്കെ ഓടി. മുഴുവൻ മഞ്ഞിൻ്റെ മലയാണ്, ഐസല്ലാതെ ഒന്നുമില്ല. കുറേ ദൂരം ഓടി ഒരിടത്ത് ചെല്ലുമ്പോൾ ഇവന്മാരൊന്ന് വണ്ടി നിർത്തും. നമുക്ക് വേണമെന്ന് ഇറങ്ങാം, കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാം. പട്ടിക്കറിയാം എവിടെ നിൽക്കേണ്ടതെന്ന്. അവിടെ നിൽക്കുന്നു. പുറകിൽ നമ്മുടെ ഒരു ഓടിക്കുന്ന ഒരാളൂടെ ഉണ്ട്.
കുറച്ച് ഒരു 10-15 മിനിറ്റ് വരെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ വേറെ ചില മലഞ്ചെരിവുകളിലൂടെ എല്ലാം ഓടി. ഇതെല്ലാം ഭംഗിയായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇരിക്കുകയായതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കൈയും വിട്ട് ഇരിക്കാനുള്ള കപ്പാസിറ്റി ആയി. അപ്പോൾ ഞാൻ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെ വണ്ടിയിൽ ദീർഘമായ യാത്ര കഴിഞ്ഞ് പുറപ്പെട്ടത് വന്നിറങ്ങി. അവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇവന്മാരെ ഇതെന്ന് അഴിക്കും, എന്നിട്ട് വിശ്രമം കൊടുക്കും. അടുത്ത ബാച്ച് പട്ടികളാണ് പിന്നെ അടുത്ത ഓട്ടം ഓടുന്നത്. ഇവർക്ക് കുറേശ്ശെ ഇടയ്ക്കിടയ്ക്കെല്ലാം വിശ്രമം കൊടുക്കും. പിന്നെ ഇവർക്ക് നല്ല ഭക്ഷണം, നല്ല പോഷകാഹാരങ്ങൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശീലനം, ഇതെല്ലാം നടക്കുന്നത്. ഈ ആൽപൈൻ എയർ കമ്പനിയാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ ഈ ആൽപൈൻ എയർ കമ്പനിയുടെ സ്റ്റാഫാണ് ഇവിടെ ഈ പട്ടികളെ പരിശീലിപ്പിക്കുന്നത്, അതിന് തീറ്റ കൊടുക്കുന്നത്, ഇവിടെ ഈ സ്ലെഡ് ഓടിക്കുന്നതൊക്കെ. ഈ സ്ലെഡ് അല്ലാതെ ഈ മലമുകളിൽ സ്നോ മൊബൈലുകളുണ്ട്. അതായത് ഇവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ യാത്ര ചെയ്യുന്നത് ഈ ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെ സ്നോ മൊബൈലിലാണ്. അത് മോഡേൺ മോട്ടോർ ഉള്ള വണ്ടിയാണ്. ഈ സ്നോയുടെ മുകളിൽ കൂടെ തെന്നിപ്പോകുന്ന സ്നോ മൊബൈലുകൾ, അതിൽ യാത്ര ചെയ്യും. സ്നോ മൊബൈൽ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടുന്ന വഴിക്ക് പട്ടി കാഷ്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുക, ഈ പോകുന്ന വഴിക്കെല്ലാം സ്നോ മൊബൈൽ പുറകെ പോയിട്ട് ഈ പട്ടിക്കാഷ്ടം കോരിയെടുക്കും. എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ ഈ ട്രാക്കിൽ എവിടെ പട്ടി കാഷ്ടിച്ചാലും ഇവരത് പോയി കോരിയെടുത്തുകൊണ്ട് വരും. അതുകൂടാതെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇതെല്ലാം മാറ്റി എല്ലാം ക്ലീൻ ചെയ്യുന്ന പണി ഈ സ്നോ മൊബൈൽ നടക്കുന്നുണ്ട്. അവിടെ സ്നോ മൊബൈൽ സൂക്ഷിക്കുന്നൊരു ഷെഡുണ്ട്. ഈ ഈ ഈ ആൽപൈൻ എയർ കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന ടെൻറ്റുകളുണ്ട്. അവരുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഇവിടേക്ക് വരുന്ന ജീവനക്കാർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ സീസൺ മുഴുവൻ. അത് കഴിഞ്ഞ് സീസൺ കഴിയുന്ന ഒക്ടോബർ ആകുമ്പോഴേക്കും ഇവർ ഈ പട്ടിയും കൂടാരങ്ങളും സൗകര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് മലയിറങ്ങും. പിന്നെ അവരവരുടെ നാട്ടിലേക്ക് പോകും. പട്ടികൾ പിന്നെ വിൻ്ററിലെല്ലാം പട്ടികൾ അവരുടെ പരിശീലനവും ഒക്കെ തുടരും. പിന്നെ വീണ്ടും അടുത്ത സീസണിലാണ് ഈ പട്ടികളിലേക്ക് വരിക. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മടങ്ങാനുള്ള സമയമായി. ഞങ്ങളുടെ ഹെലികോപ്റ്റർ വന്നു. അതിലിതേപോലെ തന്നെ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ കയറി മടക്കയാത്രയിൽ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം പകർത്തി താഴെ പോയി ലാൻഡ് ചെയ്തു. തിരിച്ച് ഓഫീസിൽ ചെന്ന് ഡ്രസ്സെല്ലാം ഊരിക്കൊടുത്തു. അവരൊരു സർട്ടിഫിക്കറ്റൊക്കെ തന്നു. അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു, ദൃശ്യങ്ങളൊക്കെ പകർത്തി. പിന്നെ എന്നെ അലിയാസ്ക ഹോട്ടലിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. അലിയാസ്ക ഹോട്ടലിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പർവ്വതമുണ്ട്, മഞ്ഞ് പർവ്വതം. അതിൻ്റെ മുകളിലേക്ക് കേബിൾ കാറുണ്ട്. ഞാൻ ആ കേബിൾ കാറിൽ കയറി മലമുകളിൽ കയറി അവിടെ നിന്ന് മനോഹരമായ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്തു. പിന്നെ ഗിർഡ്വുഡ് ടൗണിലേക്ക് അടുത്ത വണ്ടിയിൽ കയറി വന്നു. ഈ 40 മിനിറ്റ് കൂടുമ്പോൾ വരുന്ന ആ വണ്ടി അവിടെയുണ്ട്. അതിൽ ഹോട്ടലിന് മുന്നിൽ നിന്നപ്പോൾ അത് വന്നു. അതിൽ കയറി ഞാൻ ഗിർഡ്വുഡ് ടൗണിൽ വന്നു. ഗിർഡ്വുഡ് ടൗൺ അപ്പോഴത്തേക്കും രാവിലെ കണ്ടത്ര സജീവതയൊന്നുമില്ല. പല സ്ഥാപനങ്ങളും അടച്ചിരിക്കുന്നു, പല റെസ്റ്റോറൻറ്റുകളും അടച്ചിരിക്കുന്നു. അപൂർവം ചിലത് തുറന്നുണ്ട്. അവിടുത്തെ പിസ്സ കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തുറന്നിരിപ്പുണ്ട്. പക്ഷേ അവിടെ പോയി പിസ്സ വാങ്ങിച്ച് കഴിച്ചാലോ എനിക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ ആലോചിച്ചപ്പം അടുത്ത 15 മിനിറ്റാകും ബസ് വരും. ഈ പിസ്സയെ പോയി ഓർഡർ ചെയ്ത് വരാൻ ഒരു മിനിമം 20 മിനിറ്റ് എടുക്കുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ വേണ്ട, ട്രെയിനിൽ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ആങ്കരയിൽ ചെന്നിട്ട് കഴിക്കാൻ തീരുമാനിച്ച് ഞാൻ അടുത്ത ബസ് വന്നു. ആ ബസ്സിൽ കയറി. ഈ ബസ് രാവിലെയും കൊണ്ടുവന്ന പോലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കും. റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പേരേ ഉള്ളൂ, ഗിർഡ്വുഡിൻ്റെ ട്രെയിൻ നിർത്തുന്ന സ്ഥലമെന്നേ അതിനർത്ഥമുള്ളൂ. അവിടെ പോയി ഞാൻ കാത്തു നിൽപ്പായി. അങ്ങനെ കുറേ നേരം കാത്തു നിൽക്കുക. ഞാൻ തനിച്ചേ ഉള്ളൂ. ഈ ട്രെയിനെങ്ങാനും വരാതിരിക്കുമോ എന്നുള്ളതായി പേടി. കാരണം ഇനി ഈ ട്രെയിനൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ട്രെയിൻ ഈ വഴിക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ ഷട്ടിൽ ബസ് ഇതിലേ വരില്ല. ഇനി തിരിച്ച് ഗിർഡ്വുഡ് ടൗണിലേക്ക് പോകാനുള്ള വഴി എനിക്കൊട്ട് അറിയത്തുമില്ല. ഈ ട്രെയിൻ വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ പെട്ടുപോയി. ഈ ഷെഡിനകത്ത്, ഈ വെയിറ്റിംഗ് ഷെഡിനകത്ത് ഇന്ന് കിടന്നുറങ്ങേണ്ടി വരും, കോട്ടും തണുപ്പത്ത്. അത് ചിന്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരം കാത്തു നിന്നപ്പോഴത്തേക്കും അകലേന്ന് ഒരു നെറ്റിയ വെളിച്ചമായിട്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. വളരെ സ്ലോയിലാണ് വരുന്നത് കാണുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതിവിടെ നിർത്തുമെന്നുള്ളതായി സംശയം. അതിങ്ങനെ വന്ന് എന്നെ കടന്നങ്ങ് പോവാണ് എഞ്ചിൻ. ചേടാ, എനിക്ക് ആദ്യം കൂടി ടെൻഷനായി. ഇത് എന്നെ കണ്ടിട്ടും ഇത് നിർത്താതെ പോവുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ലേവാ എന്നായി. ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനല്ലേ എന്ന ആശങ്കയായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3ാമത്തെ കോച്ചിൻ്റെ അവിടെ വാതക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ യൂണിഫോം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ട്രെയിനിലെ ജീവനക്കാരിയാണ്. അപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ചു, ഞാനും വരുന്നുണ്ടെന്ന് ആംഗ്യം കാണിച്ചു. അപ്പോഴത്തേക്ക് അവൾ കൈ പൊക്കി കാണിച്ചു. എന്നിട്ട് അവൾ വോക്കി ടോക്കിയിലൂടെ എന്തോ പറഞ്ഞു. ട്രെയിൻ സ്ലോ ആയി. അവസാനത്തെ കോച്ച് എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഈ ഷെൽട്ടറിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഞാൻ ഓടിച്ചെന്നു. അപ്പോഴത്തേക്ക് ഇവർ ഗോവണി ചാരി വെച്ചു. ഞാൻ അകത്ത് കയറി മുകളിലത്തെ നിലത്തന്നെ കയറിയിരുന്നു. പിന്നെ മടക്കയാത്രയാണ്. വന്ന അതിമനോഹരമായ പാതകളിലൂടെ ഞാൻ ആങ്കറേജിലേക്ക് രാത്രി വൈകി തിരിച്ചെത്തി. പിറ്റേന്ന് മുഴുവൻ ആങ്കറേജിൻ്റെ കാഴ്ചകളിലൂടെ സഞ്ചരിച്ചു. ആങ്കറേജിൻ്റെ ടൗണിലും പരിസരത്തുള്ള മനോഹരമായ കാഴ്ചകൾ. അതിൻ്റെ പിറ്റേന്ന് അലാസ്ക എന്ന സുന്ദര പ്രദേശത്ത് നിന്ന് നാട്ടിലേക്കുള്ള മടക്കം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.